അയ്യോ നല്ല കാറ്റ്. ഓരോരോ ആഗ്രഹങ്ങളാണല്ലേ. എന്തിന്റെ കേടായിരുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് കഴിച്ചാ പോരായിരുന്നോ? ഐസ്ക്രീം കൂടെ എടുത്ത് കഴിച്ചില്ലെങ്കിൽ പൊള്ളിപ്പോ. ഹലോ, സോ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. ഈവനിങ് വ്ലോഗാണ്. വെറുതെ വീട്ടിൽ ഇരുന്നപ്പോ പുറത്തു പോകുന്നു തോന്നി രണ്ടാൾക്കും. അപ്പൊ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അപ്പൊ നമുക്ക് ചുമ്മാക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അങ്ങനെ നമ്മള് കാറിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് കാണും. ഇപ്പൊ കാറിൽ പോകുന്നതാണ് സേഫ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടിട്ടാണ് വല്ലയിടത്തും പോവാനായിട്ട് മടിക്കുന്നത്. സത്യം പറയാലോ, സത്യല്ലേ? ഭയങ്കര ബ്ലോക്ക്. നമ്മള് വിചാരിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് ടൈമിനൊന്നും എത്തൂല. നിനക്ക് കണ്ടാ മനസ്സിലാവും. ആ മോളിലും കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ ട്രാഫിക്കാണ്. ഇതുവഴിയും ട്രാഫിക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് പോകുന്നത് വരെ ഇങ്ങനെ പോവാ. സോ ഫൈനലി നമ്മള് മോളില് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് ഓറിയോൺ മോളിലാണ്. അത്യാവശ്യം വലിയ മോളാണ് കേട്ടോ. അയ്യോ, ഇതാണ് മോള്. വൈശാട്ടൻ എന്താ ആപ്പിളിന്റെ ഒരു ഷോറൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഓരോ കാര്യങ്ങൾ നോക്കാനാണ്. അപ്പം പൊതുവേ ഈ മോളില് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊരു മൂന്നാമത്തെ തവണയാണ് വരുന്നത്. അടിപൊളി മോളാണ്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളായിട്ടൊന്നുമില്ല. അപ്പൊ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തൊക്കെയോ ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ. ഇവിടെ കയറിയത് ഇതാണ് കുഴപ്പം. വൈശാട്ടാ, എന്തോന്നാണ്? ഓരോരോ ആഗ്രഹങ്ങളാണല്ലേ. കൊറേ നടന്നു, എന്തൊക്കെയോ കണ്ടു. പിന്നെ ഇലക്ട്രോണിക്സ് കണ്ടപ്പം ചേട്ടനൊരു വെപ്രാളം. എന്തൊക്കെയോ നോക്കി. അതിനൊക്കെ ശേഷം ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നോക്കാണ് കേട്ടോ. ചിലപ്പോ കഴിക്കും, ചിലപ്പോ കഴിക്കൂല. എന്നുവെച്ചാല് വലിയ തിരക്കില്ലെങ്കിലും ഫുഡ് കോർട്ട് ആ ഒരു ഏരിയയിൽ നല്ല ക്രൗഡ് ഉണ്ട്. അപ്പം നമ്മള് അങ്ങോട്ടൊന്ന് ജസ്റ്റ് പോവാണ്. ചുമ്മാ ഒരു വിൻഡോ ഷോപ്പിങ്ങിന് വന്നതല്ലേ. പക്ഷെ കൂടുതൽ സമയം പോയത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആ ഒരു സെക്ഷനിൽ തന്നെ അങ്ങ് കുറേ സമയം പോയി. പിന്നെ ഫുഡ് കഴിക്കണം. അപ്പൊ അതും നോക്കാം. വൈശാട്ടൻ ഒരു അടിപൊളി ഷവർമ്മ മേടിച്ചു. എനിക്ക് പിന്നെ അതിനോട് താല്പര്യമില്ല. കഴിച്ച് മടുത്തതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിസയുടെ അല്ല, ഐ മീൻ ഷവർമ്മയുടെ സൈസ് എന്തിന്റെ കേടായിരുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് കഴിച്ചാ പോരായിരുന്നോ? അയ്യോ, എനിക്കുണ്ട്. അങ്ങനെതാ നമ്മള് തിരിച്ചു പോവാണ് കേട്ടോ. വെറുതെ വീട്ടിലിരുന്ന നമ്മളാണ്. ചുമ്മാ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന് കൊറേ ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ അങ്ങനത്തെ കൊറേയൊക്കെ നോക്കി. പിന്നെന്താണ്, ഒന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നമ്മൾ കഴിച്ചില്ലല്ലേ. ഒരു കുഞ്ഞ് ഷവർമ്മ എന്താണ് മേടിച്ചത്. അതിന് ഏകദേശം എത്ര രൂപ? 100 95 അങ്ങനെ എന്തോ. കുഞ്ഞു ക്വാണ്ടിറ്റി ആയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് മേടിക്കണ്ടെന്ന്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം വിശപ്പില്ലായിരുന്നു. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കട എന്തെങ്കിലും ഉണ്ടെങ്കിലും മേടിക്കാം. അങ്ങനെ വെറുതെ വന്ന ചുമ്മാ ഒരു വിൻഡോ ഷോപ്പിംഗ് ആണ്. പ്രത്യേകിച്ച് ഒന്നും മേടിച്ചുമില്ല, അങ്ങനെയൊന്നും കണ്ടൊന്നുമില്ല. കുറെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇങ്ങനെ പരതി. ഇപ്പൊ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ്. അപ്പം അത്രേ ഉള്ളൂ. നമ്മള് ഒന്നും കഴിക്കാത്തോണ്ട് തന്നെ എന്തെങ്കിലും മധുരമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ ബാസ്കിൻ റോബിൻസിൽ വന്നാട്ടോ. അപ്പൊ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമ്മുടെ ബെൽജിയം വേഫിൾ ഉണ്ട്.
അവിടെ നിന്ന് മേടിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ചേട്ടൻ എന്തായാലും ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ആദ്യം വന്നു കേട്ടോ. അങ്ങനെ നമ്മള് ബാസ്കിൻ റോബിൻസിൽ വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ചേട്ടന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് സിസ്ലിംഗ് ബ്രൗണിയാണ് കേട്ടോ മേടിച്ചത്. അത് വിത്ത് മിസിസിപ്പി മട്ട് അങ്ങനത്തെ ഒരു സാധനം മേടിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ ബെൽജിയം വേഫിള് കഴിക്കാൻ പോവാന്ന്. എനിക്ക് അങ്ങനെ ഐസ്ക്രീമിനോട് വലിയ ഇതില്ല. അപ്പം ഞാൻ ബെൽജിയം വേഫിള് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ചേട്ടനൊരു ഓർഡർ എടുത്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സാധനം വന്നിട്ടുണ്ട്. കുഞ്ഞു പോർഷൻ ആണല്ലേ പക്ഷേ കഴിച്ചു നോക്ക്. എപ്പടി അടിപൊളിയല്ലേ? കാണാൻ ഭയങ്കര രസമുണ്ട്. ഹൈ 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 അടിപൊളി. ഐസ്ക്രീം കൂടെ എടുത്ത് കഴിച്ചില്ലെങ്കിൽ പൊള്ളിപ്പോ. ചൂടുണ്ടോ? പോർഷൻ ഭയങ്കര ചെറുതാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. നല്ല നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്റെ സെക്ഷനിലോട്ട് പോവാം കേട്ടോ. ഞാൻ ബെൽജിയം വേഫിളിന്റെ ആളാണ്. അങ്ങനെ ഇതാ അവിടേക്ക് വന്നു. This is my favorite. ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മള് ബാക്ക് ടു നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തി കേട്ടോ. അപ്പം ഇന്നത്തെ കുട്ടി ഈവനിങ് വ്ളോഗായിരുന്നു. പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചുമ്മാ ഒരു ഷോപ്പിംഗ്, ഒരു വിൻഡോ ഷോപ്പിംഗ്, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പൊ അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ, ടാറ്റാ.